വാട്ട് കണ്ടുപിടിച്ച ആവി യന്ത്രത്തിന്റെ കരുത്തിലാണ് വ്യവസായ വിപ്ലവം അരങ്ങേറിയത്. ദാരിദ്ര്യത്തിലും നിത്യരോഗത്തിലും ജീവിതം തള്ളി നീക്കുമ്പോഴാണ് അദ്ദേഹം ലോകത്തിന് ആവി യന്ത്രം സമ്മാനിച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം. സ്കോട്ട്ലൻഡിലെ ഗ്രീനോക്കിൽ 1736 ജനുവരി 19 ജെയിംസ് വാട്ട് ജനിച്ചു. മരപ്പണിക്കാരനായിരുന്ന അച്ഛന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. കപ്പൽ നിർമ്മാണമായിരുന്നു പ്രധാന ജോലി. വ്യാപാര ആവശ്യത്തിനായി ചെറു കപ്പലുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ പിടികൂടിയ അസുഖങ്ങൾ കാരണം ജെയിംസിന് അധികകാലം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അത്യാവശ്യം പണികളൊക്കെ പഠിച്ച് സ്വന്തമായൊരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ പദ്ധതിയിടുമ്പോഴാണ് അച്ഛന്റെ കപ്പൽ മുങ്ങിയത്. വ്യാപാരമെല്ലാം പൊളിഞ്ഞ് കുടുംബം കടത്തിൽ മുങ്ങി. ജോലിക്കായുള്ള ശ്രമത്തിനിടയിൽ ഗണിതശാസ്ത്ര ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. സ്വന്തമായി ഒരു ഉപകരണ നിർമ്മാണശാല തുറന്നെങ്കിലും വ്യാപാരികളുടെ എതിർപ്പ് കാരണം അത് പൂട്ടേണ്ടി വന്നു. ഗ്ലാസ്ഗോ സർവകലാശാലയിൽ ശാസ്ത്രോപകരണങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ കിട്ടിയ അവസരമാണ് ജെയിംസ് വാട്ടിന്റെ ജീവിതത്തിൽ നിർണായകമായത്. ജെയിംസിന്റെ കഴിവുകൾ മനസ്സിലാക്കിയ സർവകലാശാല അധികൃതർ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇക്കാലത്താണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആവിയന്ത്രത്തിലേക്ക് തിരിഞ്ഞത്. ആവിയന്ത്രം അപ്പോഴും ഉണ്ടായിരുന്നെങ്കിലും കാര്യക്ഷമമായിരുന്നില്ല. ഗ്ലാസ്ഗോ സർവകലാശാലയിൽ അറ്റകുറ്റപ്പണിക്കായി ഇത്തരമൊരു ആവിയന്ത്രം കിട്ടിയപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും കാര്യക്ഷമമായ ഒന്ന് വികസിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. സിലിണ്ടറിലെ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് നീരാവി കൊണ്ട് പിസ്റ്റൺ ചലിപ്പിക്കുകയാണ് ആവിയന്ത്രം ചെയ്യുന്നത്. നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റാൻ സിലിണ്ടർ തണുപ്പിക്കുകയായിരുന്നു അതുവരെയുള്ള രീതി. തണുപ്പിച്ച ശേഷം സിലിണ്ടർ വീണ്ടും ചൂടാക്കും. ഓരോ തവണയും തണുപ്പിച്ച ശേഷം വീണ്ടും ചൂടാക്കേണ്ടി വരുന്നതാണ് ഊർജ്ജ നഷ്ടമുണ്ടാക്കുന്നത്. വികസിച്ച നീരാവി തണുപ്പിച്ച് ജലമാക്കി മാറ്റാൻ പ്രത്യേക കണ്ടൻസർ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് വാട്ട് മനസ്സിലാക്കി. ആവിയന്ത്രത്തിന്റെ പരിഷ്കരിച്ച ഒരു മാതൃക അദ്ദേഹം നിർമ്മിച്ചു. വ്യവസായശാലകളിൽ ഉപയോഗിക്കാവുന്ന വിപുലീകരിച്ച ആവിയന്ത്രം നിർമ്മിക്കാനായി അടുത്ത ശ്രമം. ഇതിനു വേണ്ട പണച്ചെലവ് ജെയിംസ് വാട്ടിന് താങ്ങാനാവുമായിരുന്നില്ല. പലരുടെയും സഹകരണത്തോടെ നീണ്ട 11 വർഷത്തിനൊടുവിൽ അദ്ദേഹം ലക്ഷ്യം കണ്ടു. ആവിയന്ത്രം വികസിപ്പിക്കുന്നതിന് ഡോക്ടർ ജോൺ റോബക്ക് എന്നയാളുമായി ജെയിംസ് വാട്ട് കരാറുണ്ടാക്കി. 1769 വാട്ടും റോബക്കും ചേർന്ന് യന്ത്രത്തിന്റെ പേറ്റന്റ് എടുത്തു. റോബക്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തനം മുൻപോട്ടു പോയില്ല. നിരാശനായ വാട്ട് സർവേയറായി ജോലിക്ക് പോയി. ആവിയന്ത്രത്തിൽ റോബക്കിനുള്ള അവകാശം മാത്യു ബോൾട്ടൺ എന്ന വ്യവസായ പ്രമുഖൻ വിലയ്ക്ക് വാങ്ങി. 1776 വാട്ടിന്റെ ആവിയന്ത്രം പ്രവർത്തന സജ്ജമായി. ബെൻലി മൈനിംഗ് കമ്പനി തങ്ങളുടെ ഖനിയിൽ വാട്ടിന്റെ ആവിയന്ത്രം സ്ഥാപിച്ചു. ഖനികളിൽ വെള്ളം പുറത്തു കളയാനുള്ള പമ്പ് പ്രവർത്തിപ്പിക്കാൻ മാത്രമാണ് അക്കാലത്ത് ആവിയന്ത്രം ഉപയോഗിച്ചത്. പിസ്റ്റണിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെ കറക്കമായി മാറ്റുന്നതിനുള്ള ഗിയർ സംവിധാനം 1781 കണ്ടുപിടിച്ചതോടെ ആവിയന്ത്രം മറ്റു വ്യവസായശാലകളിലേക്കും കടന്നുചെന്നു. വ്യവസായശാലകളിൽ നിന്ന് കുതിരകൾ അതോടെ പുറത്തായി. വാട്ടിന്റെ ആദ്യകാല ആവിയന്ത്രങ്ങൾ 12 കുതിരകളുടെ പണിയെടുക്കുമായിരുന്നു. യന്ത്രത്തിന്റെ പ്രവർത്തന ശക്തി അളക്കാൻ കുതിരശക്തി എന്ന യൂണിറ്റ് ഉണ്ടാക്കിയത് ജെയിംസ് വാട്ടാണ്. ജെയിംസ് വാട്ടിനുള്ള ആദരവായി പിന്നീട് ശാസ്ത്രലോകം വാട്ട് എന്ന അളവുകോൽ കൊണ്ടുവരികയും ചെയ്തു. ആവിയന്ത്രം വ്യാപകമായി വ്യാവസായിക വിപ്ലവം തുടങ്ങിയതോടെ ജെയിംസ് വാട്ടിനെ തേടി പ്രശസ്തിയും പണവും എത്തി. ജെയിംസ് വാട്ടിന്റെ ആവിയന്ത്രം പിന്നീട് പലരും നവീകരിച്ചെടുത്തു. വണ്ടി വലിക്കുന്ന ജോലി കൂടി ആവിയന്ത്രം ഏറ്റെടുത്തത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. എന്നാൽ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. 1819 ഓഗസ്റ്റ് 19 ജെയിംസ് വാട്ട് അന്തരിച്ചു. സാദരം. അവതരണം ജോൺ കുര്യൻ.